RSS ശതാബ്ദിയുടെ ഭാഗമായി സർ സംഘ് ചാലക് മോഹൻ ഭാഗവത് സംസാരിച്ച പ്രഭാഷണ സഭയിൽ 3 വൈസ് ചാൻസലർമാർ പങ്കെടുത്തത് അതീവ ഗൗരവമായി കാണുന്നു. ഗുരുതരമായ വീഴ്ചയാണ് വൈസ് ചാൻസലർമാർക്ക് ഉണ്ടായത്. കേരളത്തിൻ്റെ വിദ്യാഭ്യാസ പാരമ്പര്യത്തിനും വൈസ് ചാൻസലർമാരുടെ അന്തസ്സിനും നിരക്കാത്തതാണത്. കേരളീയ പൊതുസമൂഹത്തിന് വൈസ് ചാൻസലർ പദവിയോട് ആദരവുണ്ട്. അത് കളഞ്ഞു കുളിക്കുന്ന തരത്തിലാണ് തീവ്ര വർഗീയത പറയുന്ന RSS നേതാവിൻ്റെ പരിപാടിയിൽ ഇവർ പങ്കെടുത്തത്. വർഗീയതയെ പ്രോത്സാഹിപ്പിക്കുന്ന നടപടി ആരുടെ ഭാഗത്തു നിന്നുണ്ടായാലും അംഗീകരിക്കില്ല, അത് വെച്ച് പൊറപ്പിക്കുകയുമില്ല. RSS പരിപാടിയിൽ പങ്കെടുത്ത 3 VC-മാരും കേരളത്തോട് മാപ്പ് പറയണം. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി VD സതീശൻ സാറിൻ്റെ ഒരു സോഷ്യൽ മീഡിയ കുറിപ്പാണ് ഞാൻ വായിച്ചത്. ഇന്നലെയാണ് RSSൻ്റെ 100ാം വാർഷികവുമായി ബന്ധപ്പെട്ട് ഈ പറയുന്ന VC-മാർ എന്ത് ചെയ്തത്? VC-മാർ മോഹൻ ഭാഗവത്, RSSൻ്റെ മുഖ്യ കാര്യകർത്താവ് മോഹൻ ഭാഗവത് പങ്കെടുത്ത് സംസാരിച്ച പരിപാടിയിൽ പങ്കെടുത്ത് അവരുടെ സാന്നിധ്യം അറിയിച്ചത്. ഈ സാന്നിധ്യം അറിയിച്ചതിൽ വളരെ കൃത്യമായിട്ട് കേരളത്തിൻ്റെ ഗവർണർ രാജേന്ദ്ര അർലേക്കർ, അർലേക്കർ നിയമിച്ച 3 VC-മാർ, കേരള യൂണിവേഴ്സിറ്റി, മലയാളം യൂണിവേഴ്സിറ്റി, MG യൂണിവേഴ്സിറ്റി, ഈ 3 യൂണിവേഴ്സിറ്റികളിലെ VC-മാരാണ് ഈ പറയുന്ന RSSൻ്റെ സർസംഘ് ചാലകിൻ്റെ പരിപാടിയിൽ പങ്കെടുത്തത്. വളരെ കൃത്യമായിട്ട് ഇവിടെ ഒരു കാര്യം ഈ VC-മാരോടാണെങ്കിലും ഇനി രാജേന്ദ്ര അർലേക്കറിൻ്റെ വാലാട്ടിപ്പട്ടികളായിട്ടുള്ള സംഘ് പരിവാറിൻ്റെ ഏതൊക്കെ കോമരങ്ങളുണ്ടോ അവരോടൊക്കെ പറയാനുള്ളത്, നിങ്ങൾ ഇരിക്കുന്നതും നിങ്ങൾ പ്രവർത്തിക്കുന്നതും കേരളത്തിലാണ്. ഈ കേരളത്തിൻ്റെ പൊതുസമൂഹത്തിലൊന്ന് കണ്ണ് തുറന്നൊന്ന് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും RSSനും സംഘ് പരിവാറിനും ഇവിടെ എന്ത് ചുണ്ണാക്കും ചുക്കും ചുണ്ണാമ്പുമാണ് ഉണ്ടാക്കാൻ സാധിച്ചിട്ടുള്ളത് എന്നുള്ളത്. ഈ മണ്ണ് RSSനെ പുറങ്കാല് കൊണ്ട് തട്ടിത്തെറിപ്പിച്ച മണ്ണാണ് കേരളത്തിൻ്റെ മണ്ണെന്ന് പറയുന്നത്. ഇവിടെ ജീവിക്കുമ്പോൾ, ഇവിടെ പ്രവർത്തിക്കുമ്പോൾ ഈ ജനങ്ങളുടെ പൊതുവികാരം കൂടി മാനിക്കുന്നത് നന്നായിരിക്കും. മനസ്സിലായില്ലേ? രാജേന്ദ്ര അർലേക്കറിൻ്റെ കാല് നക്കിയതിൻ്റെ ഫലമായിട്ട് VC-യുടെ കസേര കിട്ടിയിട്ടുണ്ടാകും, വൈസ് ചാൻസലറുടെ കസേര അല്ലേ? അത് ഈ സംഘ് പരിവാറുകാരൻ്റെ പാരമ്പര്യം അതാണ്. ബ്രിട്ടീഷുകാരൻ